എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കൂ. ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്, വേറൊരു നിവൃത്തിയില്ല. എല്ലാവരും എന്നെ കൈവിടരുത്. എന്റെ അസുഖം എല്ലാവർക്കും എന്താണെന്നറിയാലോ. അപ്പൊ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണ്. ഇത്രയും ഇവരെ എത്തിയതിന് നാട്ടുകാരെല്ലാവരും സഹായം കൊണ്ടാണ്. ഇനിയും പിന്നെ ചികിത്സ വേണം, എഴുന്നേറ്റ് നടക്കാനും ഒക്കെ, അതിൻ്റെ തുടർന്ന് പഠിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. എല്ലാവരും സഹായിക്കും. എന്തായിരുന്നു എല്ലാവരും സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞാനാണ് എന്തായിരുന്നു മജ്ജു മാറ്റി വെച്ചത്. എല്ലാരും ഞങ്ങളെ രക്ഷിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ചെന്നൈയിലുള്ള CMC ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നാണ്. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഇത് സഞ്ജയ്, വെറും 16 വയസ്സ് മാത്രമേ ഉള്ളൂ സഞ്ജയ്ക്ക്. സഞ്ജയ് പഠിക്കാൻ മിടുക്കനായിരുന്നു. അതുമാത്രമല്ല, ഒരു നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൊന്നുമോനായിരുന്നു സഞ്ജയ്. വളരെ സങ്കടത്തോട് കൂടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്, സഞ്ജയുടെ മജ്ജ മാറ്റിവെച്ചതായിരുന്നു. സ്വന്തം അനുജത്തി തന്നെയാണ് സഞ്ജയ്ക്ക് മജ്ജ നൽകിയത്. പക്ഷേ ദൈവത്തിന്റെ പരീക്ഷണമായേക്കാം, സഞ്ജയുടെ മജ്ജ മാറ്റിവെച്ചപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നതിന്റെ ഒരു കാരണത്താൽ ഏകദേശം 6 മാസമായിട്ട് സഞ്ജയ് ഇതേ ഹോസ്പിറ്റലിലെ ഒരു വാർഡിൽ ഇങ്ങനെ കഴിയുകയാണ്. സഞ്ജയോട് പറഞ്ഞത്, ഏട്ടാ എനിക്ക് സ്കൂളിലേക്ക് പോകണം, എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണണം, അതിയായ ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ വളരെ സങ്കടത്തോട് കൂടി സഞ്ജയ് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, തട്ടിക്കളയാൻ പാടില്ല. കാരണം ഒരു നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു കുഞ്ഞുമോന്റെ ഇങ്ങനൊരു അവസ്ഥ ആരുടെയും മുമ്പിൽ ചിത്രീകരിക്കരുതേ എന്ന് ആഗ്രഹിച്ച നാട്ടുകാരാണ് സഞ്ജയുടേത്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ താമസിക്കുന്ന ഈ ഒരു സഞ്ജയുടെ പ്രിയപ്പെട്ടവരെ കാണുന്നവര് തട്ടിക്കളയരുത്. കാരണം സഞ്ജയുടെ അച്ഛന് ഒരു സാധാരണ ഒരു വർക്ക് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു 6 മാസമായിട്ട് ഇതേ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാപനമടക്കം പൂട്ടേണ്ട അവസ്ഥയായി. ഒരു കൊച്ചു വീട് മാത്രമേ ഉള്ളൂ, അതും ഇപ്പോ ബാങ്ക് ലോണിലാണ് അല്ലേ. സഹായിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു ഇൻഫെക്ഷൻ കാരണം മാത്രമാണ് ഇപ്പൊ സഞ്ജയ് ഇതേപോലെ കടക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഏകദേശം 20 ലക്ഷം രൂപയാണ് ഇതേ ഹോസ്പിറ്റലിൽ ഇപ്പൊ അടക്കാനായിട്ട് പുതിയ ബില്ല് വന്നിട്ടുള്ളത്. 35 ലക്ഷം രൂപ നല്ലവരായ നാട്ടുകാർ സ്വരൂപിച്ച് നൽകിയ 35 ലക്ഷം രൂപ കഴിഞ്ഞു. അതിന് പുറമെ ഇപ്പോ ഏകദേശം 20 ലക്ഷം രൂപ വീണ്ടും ബില്ല് വന്നു. ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. കാരണം ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് സഞ്ജയ്. നമുക്കൊക്കെ കണ്ടു നിൽക്കുമ്പോൾ വലിയ സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, കൈവിടരുത്. കാരണം ഈ കുടുംബം കരഞ്ഞ് 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 കണ്ണിലെ വെള്ളം പറ്റി അത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ കഴിയുന്നത്. സഹായിക്കാൻ നാം മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് സഞ്ജയുടെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിൽക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. ആരുടെ അക്കൗണ്ട് ചേച്ചി ബാങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു? ചേട്ടന്റെ. എന്താ പേര്? വിജയകുമാർ എന്ന് പറയുന്ന സഹോദരന്റെ, ഈ സഞ്ജയുടെ അച്ഛന്റെ അക്കൗണ്ട് നമ്പർ ആണ് ഈ വീഡിയോയിൽ നമ്മൾ വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തട്ടിക്കളയരുത്, സഹായിക്കണം. കാരണം ഇനി ആ നാടിന് ഒരിക്കലും ഇത്രയും വലിയൊരു ഭീമമായ തുക സ്വരൂപിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത്. എല്ലാവരും സഹായിക്കൂട്ടോ, വിഷമിക്കണ്ട. ഓക്കെ, പ്രാർത്ഥിക്കട്ടോ. ഏകദേശം ഇതുപോലത്തെ ടാബ്ലറ്റ് 10 ബോക്സ് ടാബ്ലറ്റ് ആണ് സഞ്ജയ്ക്ക് വേണ്ടിയിട്ട് ഇതുവരെ കഴിഞ്ഞത്.
ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു ബോക്സിന്റെ വിലയാണ് 25,920 രൂപ ഒരു ബോക്സ്. ഇങ്ങനത്തെ 10 ബോക്സ് മരുന്ന്, അതായത് ഇങ്ങനത്തെ 10 ബോക്സ് ടാബ്ലറ്റ് ഓൾറെഡി സഞ്ജയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. കണ്ടോ, അത്രക്കും വില കൂടിയ മരുന്നുകളാണ് ഈ പൊന്നുമോന്റെ ശരീരത്തിൽ ദിനം പ്രതി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിൽ എവിടെയും ഇതുപോലൊരു ട്രീറ്റ്മെന്റ് ഇല്ല. തിരുവനന്തപുരത്തുള്ള ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ നിന്നാണ് അവരാണ് ഇങ്ങോട്ട് റെഫർ ചെയ്തത് ഈ കുഞ്ഞിന്റെ ചികിത്സ. അതുകൊണ്ട് സഹായിക്കണം പ്രിയപ്പെട്ടവരെ. വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത്. ഞാൻ ഈ പ്രദേശത്തെ വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് രാജേഷ്. ഈ കുടുംബത്തിന് വേണ്ടി എല്ലാ നാട്ടുകാരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളിവിടെ സഞ്ജയ് ചികിത്സാർത്ഥം ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. ആ കമ്മിറ്റി നമ്മൾ നാട്ടിലത്തെ ആളുകളെയൊക്കെ കൂടെ കൂടിയിട്ടൊരു 35 ലക്ഷം രൂപ കളക്ട് ചെയ്തുകൊണ്ട് ആയിട്ടാണ് നമുക്ക് ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് നടത്താൻ കഴിഞ്ഞത്. അതിനോട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ICUയിൽ അഡ്മിറ്റായി അത് കുറച്ച് ക്രിട്ടിക്കലായതിന് ശേഷം ഒരു 25 ലക്ഷം രൂപയോളം ഇനിയും നമുക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ നാട്ടിൻപുറം ഞങ്ങൾക്ക് കിട്ടാവുന്നതിന് മാക്സിമം ഞങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ കാണുന്ന ആളുകൾ സഹായം ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് സഞ്ജയനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് വേണം. എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞിനെ സഹായിക്കണം. എല്ലാവരും പരമാവധി സഹായങ്ങൾ തന്നാലാണ് അവർ രക്ഷപ്പെട്ടുള്ളൂ. എല്ലാവരും സഹായം വേണം. ഈ കുഞ്ഞിന് വേണ്ടിയിട്ടല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സറിഞ്ഞിട്ട് സഹായിക്കണം. ഞങ്ങൾക്ക് അതേ പറയുള്ളൂ.